അപ്പോൾ ഇതാണ് നമ്മളെ പിടിയും കോഴിയും. ഇപ്പോൾ നമ്മൾ തൊടുപുഴ, ഇടുക്കി, കോട്ടയം ഈ ഭാഗത്തുള്ളവരുടെയൊക്കെ മെയിൻ ഒരു ഐറ്റമാണ് ഈ സാധനം. അപ്പോൾ പണ്ട് അതിൻ്റെ സ്റ്റോറിയുടെ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നത് എങ്ങനെ റെസിപ്പി എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കി സൂപ്പറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ചിക്കൻ കറിയും ഈ പിടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കൻ ഗ്രേവിയിൽ ഇതിങ്ങനെ മുക്കി കഴിക്കണം. അപ്പോൾ അതിന് ടേസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളവിടുത്തെ സ്പെഷ്യൽ പിടിയും കോഴി ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് പോകാം. ഹലോ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങള് അമ്മ മോളാണ്. ഇന്ന് വൈശാഖേട്ടൻ ഈ വീഡിയോയിലില്ല. കാരണം നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് ഞങ്ങളൊരു വെറൈറ്റി ചിക്കൻ കറി മാത്രമല്ല, ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ഇവിടെ നാട്ടിൽ എന്തൊരു ആഘോഷം ഉണ്ടെങ്കിലും ക്രിസ്ത്യൻസിന് മെയിൻ ആയിട്ടുള്ള ഒരു ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു സാധനമാണ് പിടിയും കോഴി. അപ്പൊ അത് വൈശാഖേട്ടനെ മലപ്പുറം നാട്ടിൽ ഇങ്ങനത്തെ സാധനം ഒന്നും ആർക്കും ഒരു പരിചയമില്ല. പക്ഷെ നമ്മൾ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ പിടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന, പക്ഷെ എന്റെ ബിസി ആയിട്ടുള്ള അമ്മേനെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് കിട്ടിയപ്പോ കൈയോടെ പൊക്കിയിട്ട് ഒരു പിടിയും കോഴിയുടെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഈ തിരുവോണത്തിന്റെ ഈ ഓണ സമയത്തൊക്കെ പിടിയും കോഴിയായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും ചീത്ത പറയും. പക്ഷെ നമ്മൾ ഈ ഓണസദ്യ കഴിച്ച് മറ്റും അടുത്തിരിക്കുന്ന സമയത്തല്ലേ ഒരു വെറൈറ്റി പിടിയും കോഴി നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ കറിയുടെ സാധനങ്ങളൊക്കെ എന്താന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ ചിക്കൻ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇതിന്റെ കൂടെ വേറെ ഇലയുണ്ട്, അതിന്റെ അവസാനം ഞാൻ പറയാം. പിന്നെ ഇത് ചിക്കന്, കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന്. പിന്നെ ഇത് സവോള. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ സർവ്വസുഗന്ധി ഇല. ഇത് എത്ര ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല, പക്ഷെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നമ്മളൊരു എന്തൊരു ഗരം മസാലയുടെ ഒക്കെ ഒരു എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സർവ്വസുഗന്ധി ഇല. ഇത് കടലക്കറിക്ക്, ചിക്കൻ കറിക്ക്, അങ്ങനെ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇനി നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാൻ പോവാണ്. ഒരു പിടി കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സർവ്വസുഗന്ധി ഇലയുടെ പേസ്റ്റ് നമുക്ക് ഇടാറുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സർവ്വസുഗന്ധി ഇല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സവോള ഇടാം കേട്ടോ. നമുക്ക് നന്നായിട്ട് വഴറ്റി ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി വെക്കാം. ഏകദേശം ഇത് വാടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ല ഏട്ടാ, മുമ്പായിട്ട് കണ്ടു വെച്ചിട്ട് നല്ല കളറായില്ലേ, ബ്രൗൺ കളറിൽ. ക്വാണ്ടിറ്റി നല്ല കുറഞ്ഞില്ലേ. പിന്നെ നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് പൊടി ഇട്ട് കൊടുക്കട്ടെ. അപ്പം നമ്മളുടെ പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുവാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എന്നിട്ടിനി ഇതിൻ്റെ പച്ചമണം മാറുന്ന നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കും. ഇതിപ്പോൾ എല്ലാ കുക്കിംഗ് ചാനലിലെ ആൾക്കാർ പറയുന്ന പോലെയല്ലേ, പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിനി ഒരു കസാന നമ്മൾ ആദ്യം കാണിക്കാൻ പറഞ്ഞത് തക്കാളി. പക്ഷെ നമ്മൾ തക്കാളി എന്ത് വെച്ചാൽ ഇങ്ങനെ ഇതാ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടുതലിട്ട് ഈ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇരുന്ന് നല്ലോണം പേസ്റ്റ് അല്ല, ചെറുതായിട്ട്. അല്ല, അപ്പം നമ്മുടെ തക്കാളി ഏകദേശം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലയും ഈ ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ പയ്യെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ചിക്കൻ കറിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വേവാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കാം. നമുക്ക് നടച്ചു വെച്ച് വേവിക്കാം. എങ്ങനെയുണ്ട്? നല്ല മണല്ലേ സവാസൂന്റെ മണക്കുണ്ട്. കടി കാടെങ്ങനെയുണ്ട്? കാണാൻ കുറെ ഗുമ്മിളികൾ ഇങ്ങനെ കിടന്ന് പോകുന്നു. ഇതിലേക്ക് കുറച്ച് പൊടിയുടെയും കൂടി ഒരു കുറവുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു ചെറിയൊരു ടിപ്പൊന്നുമല്ല, നമ്മളിവിടെ അമ്മ എപ്പോഴും ചെയ്യണതാണ്. നമ്മൾ ആദ്യമേ ഈ എരിവൊക്കെ കുറച്ചിട്ട് പിന്നെ എന്തെങ്കിലും കുറവുണ്ട് തോന്നി നമ്മൾ ഒന്നും കൂടി കുറച്ച് എണ്ണയിൽ വത്തൽമുളക് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിലൂടെ കുറച്ച് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ചിട്ട് ഇടും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ കറിക്കും അങ്ങനെ ചെയ്താലും നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും ഇടുന്നുണ്ട്. നന്നായിട്ട് മുറിക്കണ പോലെ ഒന്ന് കടുക് വറുക്കില്ലേ, അങ്ങനെ നമ്മൾ നന്നായിട്ട് മുരിച്ചെടുക്കണം. ഈ ഉള്ളി നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞ് വരും. അതുവരെ നമ്മളൊന്ന് ഈ കടുക് വറുക്കണ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കടുക് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇടുക കേട്ടോ. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാൻ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാവും. ഇത് മിനിയമ്മയുടെ സ്പെഷ്യൽ പൊടിക്കൈയാണ്. മുട്ടക്കറിക്കും കടലക്കറിക്കും ഒക്കെ നമ്മളിങ്ങനെ എക്സ്ട്രാ കുറച്ച് മുളക് പൊടിയാണെങ്കിലും കുറച്ച് കടുക് വറുത്തിട്ട് കഴിഞ്ഞാലമ്മ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ഒരു കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ലേശം. സെറ്റ്. നമ്മുടെ ചിക്കൻ കറി ഇത് ഏതാണ്ട് ഫൈനൽ സ്റ്റെപ്പിലേക്കാണ്. ഇനി ഇതൊന്നൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചാൽ അത് കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ നമ്മളുടെ സ്വാദിഷ്ടമായ മിനിയമ്മ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ കറി ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ പിടിയും കോഴിക്കറിയിലെ കോഴിക്കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായി ഉണ്ടാക്കേണ്ടത് പിടിയാണ്. ഈ പിടി എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് പലതരത്തിലുണ്ടാക്കും. ചിലർ അരിപ്പൊടി റവ ഉപയോഗിച്ചുണ്ടാക്കുമല്ലമ്മ. പിന്നെ ചിലർ പുട്ടുപൊടിയും അരിപ്പൊടിയും ചേർത്തുണ്ടാക്കും. ചിലർ അരിപ്പൊടി മാത്രമായിട്ട് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇതാണ് എടുത്തേക്കുന്നത് പുട്ടുപൊടിയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെയാണ് ഈ പിടി എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തേങ്ങ, ജീരകം, ചുവന്നുള്ളി, കരിവേപ്പില ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പിടി ഉണ്ടാക്കണം എന്ന് കണ്ടു നോക്കാം. വെള്ളം തിളപ്പിക്കണം. അല്ല, അത് സ്റ്റവ് ഓണാക്കി കത്തിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് തിളക്കുന്ന വെള്ളം തിളച്ചു. ഞാൻ അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ കരിവേപ്പില ഇട്ടു, ജീരകം, തേങ്ങ, ഒരു 2 ഉള്ളി ചുമന്നുള്ളി, ചെറിയ ഉള്ളി. ചെറിയുള്ളിയുടെ തൊണ്ട് പൊളിച്ചത് മാമിയാണ്, അതാണ് അവള് പറയണത്. ഞാൻ തൊണ്ട് പൊളിച്ചു അല്ലേ മാമി? ഈ വെള്ളം നല്ലപോലെ തിളച്ചിട്ട് പൊടിയിലേക്ക് ഒഴിക്കണം. ഇവിടെ കണ്ട ഒരാള് അമ്മമ്മേനെ പണിയെടുക്കാൻ വിടാണ്ട്. മാമി, ആരാ ഉള്ളി തോല് പൊളിച്ചത്? മാമിയാണാ? ഇപ്പൊ നമ്മളിതാ നാളികേരം, അതേപോലെ ജീരകം, കറിവേപ്പില എല്ലാം നമ്മൾ ഇത് തിളച്ച ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടിയിലേക്ക്
ഇത് ഒഴിച്ചിട്ട് നമ്മള് ഈ മറ്റേ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കും മാവ്. എന്നിട്ടാണ് നമ്മൾ ബോളാക്കിയിട്ട് ഉരുട്ടുക. അരിപ്പൊടിക്കകത്തോട്ട് നമുക്ക് ചൂടുവെള്ളം അടുപ്പയിലിരിക്കുന്നത് പൊടിക്കാൻ ആവശ്യം. വറുത്ത അരിപ്പൊടിയിലേക്ക് നമ്മളത് പുട്ടുപൊടി രണ്ടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ച് ബോള് പോലെ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട്. ജീരകം, ഉപ്പും കരിവേപ്പിലയും ഉള്ളിയെല്ലാം ഇട്ട് തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് ഇളക്കണം. നന്നായിട്ട് തിളച്ചിട്ട് വേണം ഒഴിക്കാൻ. നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കണം. വെള്ളം നമ്മളെ ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ഇതിന്ന് എടുത്തിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് വെള്ളം കമ്മിയാണെന്ന് എനിക്ക് തോന്നുന്നത് വീണ്ടും എടുക്കുക, ഒഴിക്കുക. ഇത് നമുക്കൊരു ബോളാക്കി ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു ഇത് നമ്മൾ മിക്സാക്കി നമുക്കിത് എടുക്കണം. പൊടി നന്നായിട്ട് കുഴഞ്ഞു വന്നു. ഈ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് പൊടി അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു വരും. ഇടിയപ്പം ഉണ്ടാക്കുന്ന പരുവത്തിൽ. ഇപ്പം നമ്മളിത് ആദ്യം തിളപ്പിച്ച വെള്ളം ഏറെക്കുറെയൊക്കെ എടുത്തിരിക്കണം നമ്മളിത് കുഴയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇത് കുഴച്ച് ബോളാക്കി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം വെച്ച് തിളപ്പിച്ച് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ബോൾസ് ഇടുക. അതിനുള്ള വെള്ളം ഇതിനകത്ത് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മള് അതിനകത്ത് ആദ്യം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ എടുത്തിട്ട് നമ്മൾ പൊടി കുഴച്ചു. അപ്പൊ ഇനി നമ്മൾ അടുത്ത ബോൾസ് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക. അതിലും ഉണ്ട് ജീരകവും ചുവന്നുള്ളിയും കരിവേപ്പിലയൊക്കെ. ഇനി ഈ വെള്ളം വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ നമ്മൾ കുഴച്ചു വെച്ചത് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുളകളാക്കി ചെറുതേരെ ഉരുട്ടിയെടുക്കണം. ചൂടേണ്ട, ചെറിയ ചൂടുണ്ട്, അതിന് ആ ചൂടെ ഉരുട്ടിയെടുക്കുകയാണ് നല്ലത്. വലുതിനേക്കാളും നല്ലത് ചെറിയ ഉരുളയാ. പക്ഷെ ചെറിയ ഉരുള ഉരുട്ടി ഉരുട്ടി വരുമ്പോഴേക്കും വീട്ടിൽ ഉരുട്ട ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കാം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോ കോഴിമുട്ട വലുപ്പത്തിലേക്ക് കൊണ്ട് ഉരുട്ടും അല്ലേ? പൊടിക്ക് നല്ല ചൂടില്ല. പൊടിക്ക് അത്യാവശ്യം ചൂടുണ്ടാവും. കാരണം ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴച്ചത്. അപ്പൊ ടപ്പ കൂടെ കണ്ടോ? അപ്പൊ അമ്മ ഉരുട്ടുന്നോടത്ത് കണ്ടോ എത്ര പെട്ടെന്ന് എത്ര ബോളായി നോക്കും. അമ്മ ആകതിൽ 2 വെച്ചുള്ളത്. ബാക്കിയൊക്കെ അമ്മ ഉണ്ടാക്കിയെടുത്താണ്. അമ്മക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അമ്മൂന് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലട്ടാ. ടപ്പ ബോൾസിന് എണ്ണം കയറണോ? ഇതാണ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്കത് ഈ ബോൾസ് ഇടാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മളിനി റെഡി ആയി കഴിഞ്ഞാൽ ഈ ബോൾസ് മൊത്തം ഇതിലേക്ക് ഇടും. പിന്നെ ഇതിൽ വേറെ 1-2 സാധനങ്ങളൊക്കെ ചേർക്കാണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ചെറിയ ചെറിയ ബോളുകള് ഇറക്കി ഇടുക. ഇതിൽ പിന്നെ നല്ല ഇട്ടാൽ മതി, അല്ലെങ്കിൽ തെളിക്കും. തിളച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാല് നന്നായിട്ട് വേവണ വരെ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്തെടുക്കും. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണ്ടേ, കാരണം ഈ ബോൾസ് ഒന്ന് കുറച്ചും ഇത് കുറുകി വരും നന്നായിട്ട്. അപ്പം അതിൻ്റെ പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മളാണെങ്കിൽ ആദ്യമേ ആ ഉരുള ഉരുട്ടാൻ വേണ്ടി കുറച്ച് മാവാണ്. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി തേങ്ങ ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുത്താണ് ഇത്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോണത്. ഓൾറെഡി പിടിയോടെ വെന്ത് സെറ്റ് ആയിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഉരുട്ടിയതിന്റെ ബാക്കിയുള്ള മാവും കുറച്ച് നാളികേരം ആഡ് ചെയ്തിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല തിക്കായിട്ട് വരും, കുറുകിയിരിക്കും. ഏകദേശം നമ്മളിതിന്റെ ഒരു എന്താ പറയാ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനിയൊന്നുമില്ലല്ലോ. ഒന്നുകൂടി ഇരുന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ചിക്കൻ കറി ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പൊ നമ്മളുടെ ചൂട് പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, വെള്ളം കലക്കി വെച്ചിട്ട് നല്ല തിക്കായിട്ടുണ്ട്.
പിന്നെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം.